64 വണ്ടിയാ പോയത്. എന്തിനായിരിക്കും ഈ കരിമണ്ണൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്? എനിക്കെങ്ങും അറിയില്ല. ഡാ, ഞാനും വരുന്നു. ഡാ, നിനക്ക് ഇന്റെ അച്ഛനോട് പറയാൻ വയ്യായിരുന്നു? ഞങ്ങള് നാളെ ചിലപ്പോ പോവും. അപ്പൊ നിന്റെ വീട് ആരെടുത്തല്ലേ? അടുത്തു തന്നെ നിന്റെ വീട് ആര് തുറക്കും? നീ മിണ്ടണ്ട. നിന്റെ വീടും നിന്റെ അച്ഛൻ അയ്യാറിക്ക് കൊടുക്കും. നിന്റെ വീടും തുറക്കും. ഇല്ല, വെറ്റുണ്ടോ? ഉണ്ട്. അച്ഛൻ വിളിക്കുന്നു. അച്ഛാ, നമ്മൾ നാളെ തന്നെ പോകും. എന്താടാ? എന്താ അച്ഛനും മോനും കൂടി? മോനൊരു കാര്യം ചെയ്യ്, വീട്ടിൽ പോയി വല്ലതും കഴിക്ക്. ചെല്ലേ. എന്തായി കാര്യങ്ങളൊക്കെ? സാധനങ്ങൾ കുറച്ചുകൂടിയുണ്ട്. അതുമായിട്ട് നാളെ താമസം മാറണം. നീ കൂടി പോന്നെന്നറിഞ്ഞപ്പോൾ വീട്ടിലൊരേ വഴക്ക. എങ്ങനെ തോന്നടാ ഇവിടം വിട്ടു പോകാൻ? ഇഷ്ടമുണ്ടായിട്ടാണോ? നിന്നെപ്പോലെ ഞാനും ചിന്തിച്ചതാ. ദേ നോക്കിയേ, നമ്മൾ എത്ര കരിമണ്ണ് കുട്ടി കളിച്ചതാ ഇവിടെ. ഇപ്പോൾ ഒന്ന് ഇറങ്ങാൻ പറ്റുമോ അവിടെ? രാജയ, നീ ഇവിടം വിട്ടു പോവും. അയ്യാറിയുള്ളിടത്തോളം കാലം. പിന്നെ കൊടുത്തില്ലെങ്കിൽ കൊല്ലത്തൊന്നുമില്ലല്ലോ. ഞാൻ ഇവിടെ തന്നെ കാണും. കാണും കാണും കാണും. വാടോ, ഇരിക്ക. എന്തൊക്കെയുണ്ടോ വിശേഷം? നല്ല വിശേഷം തന്നെടോ. രാമേന്ദ്രനൊക്കെ വന്നല്ലോ. എത്ര രാമേന്ദ്രന്മാരിന് വരാൻ കിടക്കുന്നു. അവർക്കാർക്കും വീട്ടിലിരിക്കാൻ പറ്റാത്ത പണിയല്ലേടോ കൊടുത്തിരിക്കുന്നത്. പിള്ളേര് തകർക്കുന്നുണ്ട്. പിള്ളേര് സമരം ഇപ്പൊ തന്നെ ലോകം അറിഞ്ഞിട്ടുണ്ട്. എടോ, നമ്മുടെ ചെറുപ്പകാലത്ത് ഇങ്ങനെയൊക്കെ സമരം നടന്നിരുന്നെങ്കിൽ അപ്പൊ താൻ ഈ നാട്ടിലെങ്ങും ഇല്ലായിരുന്നു. അന്ന് ഇവിടെ സമരം ഒരുപാട് നടത്തിയിട്ടുണ്ട്. ആ സമരങ്ങളുടെയൊക്കെ നേതൃസ്ഥാനത്തേക്ക് വന്നു കയറിയത് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരാ. അവരത് നയിച്ചുകൊണ്ട് കയറ്റി കമ്പനിയുടെ തൊഴുത്തിലാ കെട്ടിയത്. അതാ നമ്മുടെ ഗതികേട്. ചേട്ടാ, കടുപ്പത്തിലൊരു ചായ. എല്ലാരും ഉണ്ടല്ലോ. പറയടാ. പബ്ജിയോ? നിക്ക്, ഞാൻ ഉള്ളതായിട്ടൊന്ന് വരാം. മോൻ വേറെ പണി നോക്കിക്കോ. എന്തിന്? അറിയാത്ത പിള്ള ചൊറിയും പറഞ്ഞോളും. കുറെ ന്യൂജൻ മക്കള് മൊബൈലിൽ കുത്തിക്കൊണ്ട് ഏതാണ്ടൊക്കെ ഉണ്ടാക്കുമ്പോ അങ്ങ് പൂട്ടിപ്പോകുന്നതാണോ കേന്ദ്ര സർക്കാർ സ്ഥാപനം? അങ്ങ് കൂടംകുളത്ത് കണ്ടോ? ടപ്പേന്നാ കുറെ എണ്ണത്തിന് അങ്ങ് തട്ടിക്കളഞ്ഞേ. ജീവൻ വേണമെങ്കിലേ അമ്മരത്തൊക്കെ ഒന്നും മിണ്ടായിരിക്കാൻ പറ. എടാ മോനെ, പെറ്റമ്മയും പിറന്ന മതി. കമ്പനിയുടെ പണത്തിന് മേല കാരണം അവരുടെ ഒരു വേദാന്തം.
പണം കൊണ്ട് കൊള്ളാം, കൊടുക്കാം, തടുക്കാം, പിണത്തിനു പോലും നയിക്കാം, ഭരിക്കാം. നിങ്ങളിവിടെ പല്ലുവരച്ചരച്ച് നിന്നോ. ബാക്കിയുള്ളവരൊക്കെ കിട്ടുന്നേ മേടിച്ച് പോയി തുടങ്ങി. ഇയാൾക്കിത് വല്ലതൊക്കെ അറിയണം. ബാക്കിയുള്ളവരല്ലേ ഇവിടെ കഷ്ടപ്പെടുന്നത്. പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. എല്ലാം എന്റെ വിധി. ആ ശരി, പോയിട്ട് വാ. അപ്പോൾ നീ കിട്ടില്ലയാ കാണാൻ നോക്ക്. കാണാം, ഞാനിവിടെ തന്നെ കാണും. അപ്പൂപ്പ ശിവനിവിടം വിട്ടു പോയല്ലോ. മോനെ ആദിക്കുട്ടാ, ഇതൊന്നും ഒരു പുതിയ കാര്യമല്ലടാ. അതാ ഒത്തിരി ദൂരെ എനിക്കുണ്ടായിരുന്ന ഒരു വീട്. മോൻ കുഞ്ഞല്ലേടാ. നിങ്ങളറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് മോനെ. അപ്പൂപ്പ, ഇനി ഇവിടെ ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരുന്ന കടലിൽ നിന്ന് കായൽ മുട്ടില്ലേ? മുട്ടും. അപ്പോ മുട്ടാതിരിക്കാൻ എന്ത് ചെയ്യണോ അപ്പൂപ്പ? ചെയ്യാനൊക്കെ പറ്റും മോനെ, നിങ്ങളെ കൊണ്ടേ പറ്റൂ. പോയ കാലമയവിറക്കും കാർന്നോന്മാരേ, വരിക വരിക തോളു ചേരു യുവത കൂടുണ്ട്, കേരള ജനത കൂടുണ്ട്.
ആലപ്പാടിൻ നെഞ്ചിടിപ്പവ താളമാകായി വാ യുവജനത്തിൻ ചോടുവയ്പിനു താളമേകീട പോയ കാലമയവിറക്കും കാർന്നോന്മാരേ വരിക വരിക തോളു ചേരൂ യുവത കൂടുണ്ട് കേരള ജനത കൂടുണ്ട് ചോട്ടടിയിലെ മണ്ണുപോലും ചോർത്തി വാരുമ്പോൾ നോക്കി നിൽക്കാൻ നേരമില്ലിനി അന്തിയാവുന്നു പടയൊരുക്കുക 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 പടയൊരുക്കം നാളെയാവുകിൽ നായനക്കിപ്പോം നാടിതു നായനക്കിപ്പോ പോയ കാലമയവിറക്കും കാർന്നോന്മാരേ വരിക വരിക തോളു ചേരൂ യുവത കൂടുണ്ട് കേരള ജനത കൂടുണ്ട്